ജമാൽ, ഒരുപാട് ഇടങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. ഈ പ്രവാസോത്സവത്തിന്റെ ഭാഗമായി വലിയ ആവേശം, വലിയ സ്വീകരണമൊക്കെ പ്രവാസികൾ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ഇപ്പോഴിത് അതിന്റെ അവസാനത്തെ പരിപാടി കൂടിയാണ്, അവസാനത്തെ ചടങ്ങ് കൂടിയാണ് ദുബായിൽ നടന്നത്. എങ്ങനെയായിരുന്നു ഈ പരിപാടിയുടെ പൂർണ്ണ ചിത്രം? അസിത, തീർത്തും ആവേശോജ്വലമായ സ്വീകരണമാണ് UAE പ്രവാസി മലയാളി സമൂഹം മുഖ്യമന്ത്രിക്ക് നൽകിയത്. 10,000-കണക്കിന് ആളുകളാണ് ദുബായ് അമിത് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നത്. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോഴേക്കും തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ജനങ്ങൾ ഒഴുകി തുടങ്ങിയിരുന്നു. ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ സംസാരിച്ചത്. അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ വേദിയിൽ സംസാരിക്കുകയുണ്ടായി. കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പ്രവാസി മലയാളി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബി വഴി 1.5 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ വികസനത്തിനായി ചിലവഴിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ ഒട്ടേറെ വലിയ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ഒപ്പം തന്നെ ലോക കേരള സഭയിലൂടെ പ്രവാസി ക്ഷേമ രംഗത്ത് നല്ല ഇടപെടൽ നടത്താനായി നിരവധി പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനായി നവകേരള സൃഷ്ടിക്കായി എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വലിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മുഖ്യമന്ത്രി ഈ ഗൾഫ് പര്യടനത്തിന് അവസാന ദിവസം, അല്ലെങ്കിൽ ഈ ഗൾഫ് പര്യടനത്തിന് സമാപനമായാണ് ഈ ദുബായിൽ അമിറ്റ് സ്കൂളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ, കേരള ചീഫ് സെക്രട്ടറി A. ജയതിലക്, MI സഫലി തുടങ്ങിയവരും ഈ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ച വലിയ ആവേശത്തോടെയാണ് പ്രവാസി മലയാളി സമൂഹം ഒന്നടങ്കം മുഖ്യമന്ത്രി സ്വീകരിച്ചത്. തുറന്ന ജീപ്പിലാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നത്. ജനങ്ങൾ ഹർഷാരവത്തോടെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഏതായാലും ഈ ഗൾഫ് പര്യടനത്തിന്റെ സമാപനം തന്നെ ഏറ്റവും ഉജ്ജ്വലമായി നടത്താൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലും ആവേശത്തിലും കൂടിയാണ് ഈ സംഘാടകർ ഉള്ളത്. കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്, ഈ 10 വർഷം കൊണ്ടുണ്ടായ വികസന നേട്ടങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പ്രവാസി മലയാളി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അസിത, ശരി. ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിലെ അവസാനത്തെ പരിപാടി കൂടിയായിരുന്നു ദുബായിൽ സംഘടിപ്പിച്ച കേരളോത്സവം. വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവാസികൾ മുഖ്യമന്ത്രിയെ വരവേറ്റത്.